ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. കഴിഞ്ഞ ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ 50-ലധികം ആളുകൾക്ക് ഈ ടിപ്പ് ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടോ. ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും രാത്രി കിടക്കാൻ പോകുന്ന സമയത്തും മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട 2 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വീട്ടമ്മമാരെല്ലാം രാവിലെ എഴുന്നേൽക്കുന്നവരാണ്. ചിലരൊക്കെ 4 മണി, ചിലരൊക്കെ 5, ചിലരൊക്കെ 6, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ എഴുന്നേൽക്കുന്നത്. ആ എഴുന്നേൽക്കുന്ന സമയം മുതൽ നമ്മൾ നേരെ കയറുന്നത് അടുക്കളയിലോട്ടായിരിക്കും. പക്ഷേ ഇനി മുതൽ ഈ വീഡിയോ കേൾക്കുന്നവർ എഴുന്നേൽക്കുന്ന സമയം മുതൽ ഒരു 15 മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്കായിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഈ 15 മിനിറ്റ് നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് 100% ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു അണ്ടവും ഏറ്റവും ക്വാളിറ്റിയുള്ള എൻഡോമെട്രിയൽ ലൈനിങ്ങും ഉണ്ടാകാനായിട്ട് അത് സഹായിക്കും കേട്ടോ. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഫോളോ ചെയ്യാൻ കഴിയുന്ന മോസ്റ്റ് എഫക്റ്റീവ് ടിപ്സ് ആണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. നിങ്ങൾ എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും ഒരു 15 മിനിറ്റ് നിങ്ങൾ ഫോർട്ടിലിറ്റി എക്സസൈസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ബട്ടർഫ്ലൈ എക്സസൈസോ ലെഗ് അപ്പ് ദ വാൾ എക്സസൈസോ ചെയ്യാനല്ലാട്ടോ ഞാൻ പറയുന്നത്. ഇവിടെ പറയാൻ പോകുന്നത് ബ്രീത്തിങ് എക്സസൈസിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ നിങ്ങൾ ബെഡ്റൂമിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് റിലാക്സ് ആവാനായിട്ട് ഒരു സിറ്റുവാട്ടോ അല്ലെങ്കിൽ ഒരു ടെറസോ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ പോർഷനിലോട്ട് നിങ്ങൾ പോവുക. അതല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങളുടെ റൂമിലാണെങ്കിലും ജനാലകളൊന്ന് തുറന്നിടാനായിട്ട് ശ്രദ്ധിക്കുക. തുറന്നിട്ടിട്ട് നിങ്ങൾ പയ്യെ കണ്ണുകൾ അടച്ച് ബ്രീത്ത് നല്ലതുപോലെ ഉള്ളിലോട്ട് ശ്വാസം എടുക്കുക. ഉള്ളിലോട്ട് നമ്മളിങ്ങനെ ശ്വാസം എടുക്കുമ്പോഴേക്കും നമ്മുടെ രാവിലത്തെ ആ ഒരു എയർ എന്ന് പറയുന്നത് ബാക്കിയുള്ള സമയങ്ങളെ അപേക്ഷിച്ച് കുറച്ച് ഫ്രഷ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു കാമായിട്ടുള്ളൊരു സറൗണ്ടിങ്സും ആയിരിക്കും നമുക്ക് ചുറ്റും ഉണ്ടാവുന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾ നല്ലതുപോലെ ശ്വാസം ഉള്ളിലോട്ട് വലിച്ചു വിടുക. നല്ലതുപോലെ ബ്രീത്ത് ഇൻ ചെയ്ത് കുറച്ച് നേരം ആ ഒരു എയർ ഹോൾഡ് ചെയ്തിട്ട് ആ ഒരു ഓക്സിജൻ ഹോൾഡ് ചെയ്തിട്ട് പയ്യെ നിങ്ങൾ എക്സെയിൽ ചെയ്യുക. അതായത് പയ്യെ നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാണായാമം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു മൂക്ക് അടച്ചു പിടിച്ചിട്ട് നമ്മൾ അടുത്ത മൂക്ക് വഴി ശ്വസിക്കുക. ദെൻ അതുപോലെ തന്നെ എക്സെയിലും ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ ചെയ്യുക. ഈ 2 എക്സസൈസും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇവയെല്ലാം തന്നെ ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് വിളിക്കുന്നത്. നിങ്ങളിങ്ങനെ ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നതിന് ഓക്സിജൻ ആവശ്യമാണ്. നമ്മൾ നോർമലി എടുക്കുന്നതിനേക്കാളും കുറേയും കൂടി ഓക്സിജൻ ഇൻടേക്ക് നമ്മൾ എടുക്കുന്ന ഒരു സമയത്ത് നമ്മളുടെ ശരീരം ഒരുപാട് റിലാക്സ്ഡ് ആയിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് ഒരുപാട് സഹായിക്കുന്നു. കൃത്യമായിട്ട് അണ്ടം പ്രൊഡ്യൂസ് ആകണമെങ്കിൽ നിങ്ങളിപ്പോൾ ഏതൊക്കെ മെഡിസിനുകൾ എടുത്താലും നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് നമ്മളുടെ ശരീരത്തിന് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ അവിടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടുള്ള സാധ്യതകളാണ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളൊന്ന് ഫ്രഷ് ആക്കി വെക്കുന്നതിനും ഓവറീസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നതിനും ഫലോപ്പിയൻ ട്യൂബിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നതിനും എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് പീരിയഡ്സിന്റെ ദിവസം മുതലാണ്. കാരണം നമ്മളുടെ ശരീരത്തിൽ ഓവുലേഷൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഡേ ആണെങ്കിൽ ആ ഡേക്ക് നമ്മൾ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുവോ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് അതിന് മുൻപുള്ള പീരിയഡ്സ് മുതലുള്ള ദിവസങ്ങളിൽ നമ്മൾ കൊടുക്കണം. കാരണം ക്വാളിറ്റി ഉള്ള ഒരു അണ്ടം നമുക്ക് പ്രൊഡ്യൂസ് ആകണമെങ്കിൽ വെറുതെ ഓവുലേഷൻ ഡേറ്റിനെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അതിന് മുൻപുള്ള സമയം മുതൽ തന്നെ അണ്ടത്തിനെ ക്വാളിറ്റി ഉള്ളതാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിച്ച് തുടങ്ങണം. നമ്മുടെ ആ ഒരു ഫോളിക്കുലാർ ഫേസിന്റെ ആ ഒരു സമയത്ത് പീരിയഡ്സിന്റെ 2nd അല്ലെങ്കിൽ ഒരു 3rd ഡേ മുതലാണ് നമ്മുടെ ആ ഒരു ഫോളിക്കിൾസ് വളരാനായിട്ട് തുടങ്ങുന്നത്. അതുപോലെ നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് വളരാനായിട്ട് തുടങ്ങുന്നത്. ഈ സമയത്ത് അതിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ശരീരത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സപ്പോർട്ടായിരിക്കും. അതുപോലെ തന്നെ സൂര്യ നമസ്കാരം ചെയ്യാൻ അറിയാവുന്നവർക്ക് ആ ഒരു യോഗ പോസും ട്രൈ ചെയ്യാവുന്നതാണ്. സൂര്യ നമസ്കാരത്തിന്റെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. അതെല്ലാം കണ്ടിട്ട് നിങ്ങളത് ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനി അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ് മാത്രം ചെയ്യുക. ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കും. പുരുഷനും അതുപോലെ തന്നെ ഒരു ഫ്രഷ്നെസ് കൊടുക്കുന്നതിനും അതുപോലെ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സെമൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ ഇത് സഹായിക്കുന്നു. ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിലേ ബാക്കിയുള്ള ഏത് കാര്യവും നിങ്ങൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ വെറുതെ വിറ്റമിൻ മെഡിസിനുകളോ അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് മെഡിസിനുകളോ അല്ലെങ്കിൽ സെമൻ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിനുകളോ ഒക്കെ എടുത്തിട്ട്
നിങ്ങൾ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, അതായത് ഒട്ടും ഹെൽത്തി അല്ലാത്ത കിടക്കുക, ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, എന്തെങ്കിലും ജോലികൾ ഓടിയിറന്ന് ചെയ്യുക, ഇങ്ങനെയല്ലാതെ നമ്മൾ ശരീരത്തിനെ ഫിസിക്കലി ആക്റ്റീവ് ആക്കാനായിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ലെങ്കിൽ അത് നിങ്ങൾ ഏത് ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ടും കാര്യമില്ലാതാവും കേട്ടോ. അപ്പം ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭാര്യയ്ക്കും ഭർത്താവിനും ഇത് ചെയ്യാവുന്നതാണ്. ഓവുലേഷൻ മുതൽ നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങൾ പീരിയഡ്സിന്റെ സെക്കൻഡ് ഡേ മുതൽ തന്നെ ഇങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുക. ഓവുലേഷൻ സമയത്ത് നിങ്ങൾ ചെയ്യുക, ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നൈറ്റ് ഉറങ്ങുന്ന സമയത്ത് ചെയ്യുന്ന കാര്യമാണ്. നൈറ്റിൽ നമ്മൾ മാക്സിമം കാലിൽ സോക്സ് ധരിച്ച് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് റിഫ്ലെക്സോളജി പോയിന്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ കാലിന്റെ പാദം എന്ന് പറയുന്നത്. ഈ ഒരു പാദത്തെ നമ്മൾ വാമാക്കി വെക്കുന്നത് അതിനനുസരിച്ച് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. നിങ്ങളിപ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇപ്പോൾ കുറച്ച് ചൂടൊക്കെ ഉള്ള സമയമാണ്, രാവിലെയുള്ള സമയമൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ടെറസുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ നമുക്ക് ചൂട് ഭയങ്കര കൂടുതലായിരിക്കും. രാത്രി ആകുമ്പോഴേക്കും മൊത്തത്തിൽ തണുക്കാനായിട്ട് തുടങ്ങും. അപ്പം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എന്ന് പറയുന്നത് നമ്മൾ പുതക്കില്ല, കാരണം ഓൾറെഡി ചൂടാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പുതക്കേണ്ട ആവശ്യമില്ല. പക്ഷെ രാത്രി ആകുമ്പോഴേക്കും തണുപ്പ് കൂടുതലായിട്ട് ഉണ്ടാകും, കാരണം മഞ്ഞിറങ്ങും, ഡിസംബർ മാസമാണല്ലോ. അപ്പം നമുക്ക് തണുപ്പുണ്ടാകും. അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ഏറ്റവും ആദ്യം തണുക്കുന്നത് നമ്മുടെ കാലായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാകും. എന്നാൽ അതേസമയം നിങ്ങൾ കാലിൽ സോക്സ് ധരിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ നമ്മുടെ കാലിനൊന്ന് വാമാക്കി വെക്കുന്നതിനും നമ്മുടെ യൂട്രസിലോട്ടൊക്കെയുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യവും നിങ്ങൾക്ക് രാത്രി ഫോളോ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരു ചെറിയൊരു പാത്രത്തിൽ ചെറു ചൂടുവെള്ളം എടുത്തിട്ട് രാത്രി നിങ്ങൾ കാല് മുക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉറക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആവുന്നതിനൊക്കെ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിനാണെങ്കിൽ ഇപ്പോൾ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും രാത്രി ചെറിയൊരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് കാല് അങ്ങോട്ട് മുക്കി വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത്, ഹെഡ് മസാജ് ആണെങ്കിലും അതുപോലെ ഷോൾഡർ മസാജ് ആണെങ്കിലും ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് അത്രയും നേരം വരെയുള്ള ഒന്ന് ടെൻഷനെ അല്ലെങ്കിൽ ഓഫീസിൽ ഉണ്ടായിട്ടുള്ളൊരു പ്രഷറിനെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. അങ്ങനെ വരുന്നത് ക്വാളിറ്റി ഉള്ള ഒരു സ്പേമിന്റെ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ ഒരുപാട് സഹായിക്കും കേട്ടോ. ഇതെല്ലാ കാര്യങ്ങളും ശരിക്കും ഡോക്ടേഴ്സൊക്കെ അപ്രൂവ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്ന 2 ടിപ്സാണ്. നിങ്ങൾക്കും ഇത് ചെയ്യുന്നത് ഇപ്പോൾ കാലിൽ സോക്സ് ഇട്ട് കിടക്കുന്നതോ അല്ലെങ്കിൽ വീടിനകത്ത് സോക്സ് ഇട്ട് നടക്കുന്നതോ ഒക്കെ അത്രമാത്രം നിങ്ങൾക്കും എഫക്റ്റീവ് ആണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, റിഫ്ലെക്സോളജി പോയിന്റ്സ് ഫൂട്ടിലെ. അപ്പോൾ അങ്ങനെ അടിച്ച് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ തന്നെ വണ്ടറായി പോകും ഏതെല്ലാം ഭാഗങ്ങളാണ് കണക്റ്റ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ കാലൊക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് കിടക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും ഇംപ്ലാന്റേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും അതുപോലെ ഓവുലേഷനൊക്കെ കൃത്യമായിട്ട് ക്വാളിറ്റി ഉള്ള രണ്ടും കൃത്യസമയത്തിൽ റപ്ചർ ആവുന്നതിനുമൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.